നമസ്കാരം. മുസ്ലിം ലീഗിൻ്റെ MP ആയ അബ്ദുൽ വഹാബ് അദ്ദേഹം രാജ്യസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു. അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ, അത് കഴിഞ്ഞുപോയ ഇടതുപക്ഷ സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫണ്ട് എന്തെങ്കിലും സംസ്ഥാന സർക്കാർ കഴിഞ്ഞുപോയ LDF സർക്കാർ വാങ്ങിയിട്ടുണ്ടോ എന്ന്. ജയന്ത് ചൗധരി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് സഹമന്ത്രി അദ്ദേഹം മറുപടി പറഞ്ഞു, ഇതൊന്നും നടന്ന കാര്യമൊന്നുമല്ല. PM ശ്രീ പദ്ധതിയിൽ കഴിഞ്ഞ് LDF സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫണ്ടും ഇതുവരെ സർക്കാർ വാങ്ങിയിട്ടില്ല, അതായത് ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ഇവിടെ അബ്ദുൽ വഹാബിനോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആര്? ജയന്ത് ചൗധരി. ഇതിനു മുൻപ് എനിക്ക് തോന്നുന്നു ജബി മേത്ര ചോദിച്ച ചോദ്യം അത്ര കട്ടിക്ക് ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, അബ്ദുൽ വഹാബ് വീണ്ടും ചോദിച്ചത്. അതോ ഇനിയും UDFിലുള്ള കോൺഗ്രസ്സുകാർ ഞങ്ങളെ ഇളിഭ്യരാക്കുകയാണോ, കബളിപ്പിക്കുകയാണോ എന്നൊരു തോന്നൽ ലീഗിലെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നും അറിയില്ല. അതുമല്ലെങ്കിൽ ലീഗ് വെറും നോക്കുകുത്തിയായി പോകുന്നില്ലേ UDF എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ എന്നൊരു തോന്നൽ ഉണ്ടായിട്ട് കൂടിയാകാം അബ്ദുൽ വഹാബ് വീണ്ടും അങ്ങനെ ഒരു ചോദ്യം ഉയർത്തിയതും ജയന്ത് ചൗധരി എന്ന് പറയുന്ന വിദ്യാഭ്യാസ സഹമന്ത്രി ഇങ്ങനെയൊരു അഭിപ്രായ പ്രകടനം നടത്തിയതും. ഇനി PM ശ്രീ പദ്ധതി നിർബന്ധമായി നടപ്പിലാക്കേണ്ടതുണ്ടോ? PM ശ്രീ പദ്ധതി നിർബന്ധിതമായി നടപ്പിലാക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം 2027 മാർച്ചോടുകൂടി PM ശ്രീ പദ്ധതിയുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള 2027 മാർച്ച് മാസത്തിൽ കാലാവധി അവസാനിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഇനി ആകെയുള്ളത് 7-8 മാസം മാത്രമാണ്. ഈ മാസം കൊണ്ട് ഈ PM ശ്രീ പദ്ധതിയിലേക്ക് ഒപ്പുവയ്ക്കുക എന്ന് പറഞ്ഞാൽ തിടുക്കപ്പെട്ടുള്ള ഒപ്പുവയ്ക്കലായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന് സംസ്ഥാന സർക്കാർ, നിലവിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സർക്കാരിനെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതായത് V ശിവൻകുട്ടിയും പിണറായി വിജയനും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ ജോൺ ബ്രിട്ടാസ് വഴി പാലം വലിച്ച് ആ രീതിയിൽ ഇതിനെ ഒപ്പിടാനുള്ള ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് തന്നെയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു അവസ്ഥയാണ്. മുസ്ലിം ലീഗിൻ്റെ KM ഷാജി എന്ന് പറയുന്ന ഇപ്പോഴത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി, അദ്ദേഹം ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചും മഹാത്മാഗാന്ധിയെക്കുറിച്ചും നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് PM ശ്രീ പദ്ധതി എടുത്ത് ചവറ്റുകുട്ടയിൽ കളയും എന്നായിരുന്നു അദ്ദേഹം വലിയ കാര്യമായി പ്രസംഗിച്ചത്. എന്നാൽ ഈ പറയുന്ന ഇങ്ങനെ പ്രസംഗിച്ച് കടന്ന KM ഷാജിയുടെ എല്ലാ വാക്കുകളും വെറും വെള്ളത്തിലായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഇവിടെ ലീഗിന് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി ലീഗ് ഉയർത്തിക്കൊണ്ടുവരുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ എന്തോ കോൺഗ്രസിനോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്കോ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, ഇപ്പം ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പിടാൻ പോകുന്നതിന് മുമ്പ് ഏകദേശം സ്കൂളുകളുടെ എണ്ണത്തിൽ ധാരണയായി. 265 സ്കൂളുകളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനത്തിലെത്തി. അതായത് ഈ ഇത്രയും സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന മോഡൽ സ്കൂളുകളായി പ്രഖ്യാപിക്കും എന്ന രീതിയിലുള്ള നീക്കം വരെ ഇവിടെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇവിടെ ലീഗിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ ജയിച്ചു കയറിയ സമയത്ത് തന്നെ VD സതീശൻ പറഞ്ഞ എന്താണ്? VD സതീശൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ടീം UDF എന്നാൽ ടീം UDF അല്ല. കാരണം ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന് ശക്തമായ വിയോജിപ്പുണ്ട്. അവർ പലപ്പോഴായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ തന്നെയും VD സതീശൻ എടുക്കുന്ന സ്വേച്ഛാധിപത്യപരമായ സമീപനം കൊണ്ട്, VD സതീശൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ അജണ്ട കൊണ്ട് ഇത് നടപ്പിലാക്കാൻ നിർബന്ധിതരായി തീരുകയാണ്, അല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോവുകയാണ് ശരിക്കും ഈ നമ്മുടെ മുസ്ലിം ലീഗ് എന്ന് പറയേണ്ടി വരും. അപ്പം നമ്മൾ നോക്കിക്കോളൂ, ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ ഒരാളെ സിയാദ് എന്ന് പറയുന്ന കുണ്ടറയിൽ ഒരാളെ കൊലപ്പെടുത്തിയിരുന്നല്ലോ. ഈ കുണ്ടറയിൽ കൊലപ്പെടുത്തിയ ആ വ്യക്തിയുടെ പേര് സിയാദ് എന്നാണ്, ഒരു ന്യൂനപക്ഷക്കാരനാണ്. അതോടൊപ്പം ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്കെതിരായി ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിടിയിലായ ഒരു SDP-യോ മറ്റോ ഒരു നേതാവ്, അദ്ദേഹം ന്യൂനപക്ഷക്കാരനാണ്. എവിടെയെങ്കിലും മുസ്ലിം ലീഗിന് പ്രതികരിക്കാൻ കഴിഞ്ഞുവോ? കാര്യം കേരളത്തിലെ സംസ്ഥാന പോലീസിൻ്റെ പിടിപ്പുകേട് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അട്രോസിറ്റി കൊണ്ടോ ഇവിടെ 2 പേർക്ക് ശാരീരിക പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒരാൾ മരണപ്പെട്ടു, സിയാദ്. എന്നിട്ട് എന്ത് ചെയ്യും? മുസ്ലിം ലീഗുകാർ ഈ ഒരു വിഷയം ചർച്ച ചെയ്തില്ല. അവർ ന്യൂനപക്ഷക്കാരനുണ്ട്, അത് നിരപരാധിയായ ന്യൂനപക്ഷക്കാരൻ, അതുകൂടെ ആലോചിക്കണം. അപ്പോൾ അവിടെ ചർച്ചയിലേക്ക് വരുന്നില്ല എന്നുള്ളതും വലിയ പ്രശ്നമാണ്. അതായത് മുസ്ലിം ലീഗിന് കുറേ 5 മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട്. ആ മന്ത്രിമാർക്ക് അവരവരുടെ വകുപ്പുകൾ നോക്കി സ്വസ്ഥമായി ഇരുന്നുള്ളൂ, ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയും എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം കലർന്ന സമീപനമാണ് ഇപ്പം മുഖ്യമന്ത്രി പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരുമെന്നേ. നമുക്ക് ആ അവസ്ഥയിൽ അതിലൂടെ തന്നെ കാര്യങ്ങൾ ഓടിക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ
ഈ കാര്യങ്ങളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്നൊരു തീരുമാനം എടുക്കാൻ വെറും 7 മാസം മാത്രം കാലാവധി നിൽക്കുന്നു. ഒരു അധ്യയന വർഷം തുടങ്ങി ഇതാ ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് ഓണപരീക്ഷയിലേക്ക് കുട്ടികൾ പോകുന്നു. ഈ സാഹചര്യത്തിൽ പോലും എന്തിനാണ് തിടുക്കപ്പെട്ട് PM ശ്രീ പദ്ധതി ഒപ്പിടുന്നത്? അടുത്ത മാർച്ച് കഴിയുമ്പോഴത്തേക്ക് പദ്ധതി തന്നെ ഇല്ലാതാവുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? സംസ്ഥാന സർക്കാർ ഇതിന് മുൻപുണ്ടായിരുന്ന LDF സർക്കാർ ഒപ്പിട്ടു എന്ന് പറഞ്ഞൊരു കള്ളപ്രചരണം എന്തിനാണ് CPM ഈ VD സതീശൻ അടക്കമുള്ള മുഖ്യമന്ത്രിയും മറ്റുള്ളവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് തെറ്റായ പ്രചരണമല്ലേ? അതൊരു പക്ഷേ ലീഗിന് നന്നായി അറിയായിരിക്കും. ലീഗിന് ഒരു പക്ഷേ അറിയാം നടത്തുന്നത് ഒരു കള്ളപ്രചരണമാണ് എന്ന് ലീഗിനറിയാം. KM ഷാജിക്ക് അറിയായിരിക്കും. നമ്മുടെ പുതിയ വിദ്യാഭ്യാസ വകുപ്പ് ഷംസുദ്ദീൻ അറിയാമായിരിക്കും. അങ്ങനെ എല്ലാവർക്കും അറിയാം. എന്താ ഇപ്പം അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന MP മനസ്സിലാക്കിയില്ലേ? അവർ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഒപ്പിട്ടിട്ടില്ല എന്നുള്ള വിവരം ജബി മേത്തർ പോയി ചോദിച്ചില്ലേ ജയന്ത് ചൗധരിയെടുക്കെ? അപ്പോഴും ജയന്ത് ചൗധരി പറഞ്ഞെന്താ അങ്ങനെ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് വിശ്വസിക്കാൻ ഇത്ര പ്രയാസം? അവിടുത്തെ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി പറഞ്ഞിട്ട് പോലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് വിശ്വസിക്കാൻ പാട്. മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ കേട്ടുകൊണ്ടിരുന്നിട്ട് കൂടിയും വീണ്ടും അതേ മാധ്യമപ്രവർത്തകരെടുക്കുക വന്നിട്ട് ഉളുപ്പില്ലാതെ ഇങ്ങനെ പറയാൻ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് നാണമറ്റുപോയോ എന്ന് ചോദിക്കേണ്ടി വരും. ഒരു കള്ളം പറയാൻ ഇത്രയ്ക്ക് ഉളുപ്പില്ലാതായോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയല്ലേ കാര്യങ്ങൾ. അപ്പം നിലവിൽ പ്രശ്നം ലീഗിൻ്റെ എതിർപ്പുകൾ മറികടക്കുന്നു എന്നുള്ളതാണ്. ലീഗിന് അക്ഷരാർത്ഥത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പം ഏത് വിധേനയും ഒരു ന്യായീകരിക്കേണ്ട ഗതികേടിലെത്തി നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ചാനൽ അവതാരകൻ തന്നെ പറയുന്നുണ്ട്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ എന്നാണ് പറയുന്നത്. ഇത്രയേറെ അധിക്ഷേപം മുസ്ലിം ലീഗുകാർക്ക് കേൾക്കേണ്ടി വരുന്നില്ലേ? കാരണം ആരാണ്? കാരണം ഈ പറയുന്ന സർക്കാർ തന്നെയാണ്. VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണ് കാരണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു അധപ്പതനത്തിലേക്ക് ഇവിടുത്തെ ലീഗുകാർക്ക് പോകേണ്ടി വരുമായിരുന്നോ? തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാമായിരുന്നു. ഷാജിയുടെ പ്രസംഗം വരെയല്ലേ ചോദിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്താ? ഷാജി പറഞ്ഞത്, KM ഷാജി പറഞ്ഞിരുന്നത് വേറൊരു PM ശ്രീയും ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് വേറൊരു PM ശ്രീയും എന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് വരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ലീഗുകാർ മാറിക്കഴിഞ്ഞു. ലീഗർക്ക് ആ ഒരു ഗതികേടിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ആലോചിക്കുമ്പോൾ എത്രത്തോളം ഭീകരമാണ് അവരുടെ ഗതികേട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ലീഗിൻ്റെ ഉള്ളിൽ തന്നെ മുറുമുറുപ്പുണ്ട്. അതായത് ലീഗ് എന്ന് പറഞ്ഞ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഇങ്ങ് താഴേക്കിടയിലുള്ള പല പ്രവർത്തകരും MSF എല്ലാം കൂടെ ചേരുന്നവരാണ്. MSFനെ തന്നെ വഴിയാധാരമാക്കുന്ന സമീപനമല്ലേ. MSF സമരവുമായിട്ട് മുന്നോട്ടിറങ്ങിയതല്ലേ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ എതിർത്തുകൊണ്ട്. അപ്പം സ്വാഭാവികമായി MSFനെ, യൂത്ത് ലീഗിനെ എല്ലാവരെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അല്ലെങ്കിൽ ലീഗിനെ ആകെപ്പാടെ നോക്കുകുത്തിയാക്കുന്ന ഒരു സമീപനമാണ് സത്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ധൈര്യമായിട്ട് പറയേണ്ടി വരും.